ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. വള്ള സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ഗോവിന്ദ് വസന്ത, ധ്യാൻ ശ്രീനിവാസൻ. എന്റെ ഗർഭത്തിന് മുൻപുള്ള അവസാനത്തെ ഇന്റർവ്യൂ ആണിത്. എടാ, നിങ്ങളൊക്കെ കൂടെ എനിക്കിതൊരു കളറാക്കി തരാം കേട്ടോ. ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്ന. പ്രൊഡ്യൂസേഴ്സ് പ്രത്യേകം പറഞ്ഞു സിനിമയെ കുറിച്ച് ഒന്നും ചോദിക്കരുത്, കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങ അറിയില്ലെന്ന്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എന്റെ ഗർഭത്തിനെ കുറിച്ച് സംസാരിക്കും. കറക്റ്റ്. അപ്പൊ എനിക്ക് രണ്ട് ഗുണമുണ്ട്, എന്റെ പേഴ്സണൽ ചാനലിലും ഇടാം, മറ്റേ ചാനലിലും ഇടാം. അബുക്കൊക്കെ അങ്ങനെ ഒരു റോള് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ റൊമാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ആ കാലത്ത് ആയ കാലത്ത് കിട്ടിയില്ലേ? നീ ഇന്ന് മേടിക്കും. നമുക്ക് വിളിക്കും. അത് ചോദിച്ചപ്പോ തന്നെ വളരെ സീരിയസ് ആയിരുന്നു ആലോചിക്കും. അബുക ചോദിച്ചതിനെ കണ്ണ് നിറഞ്ഞ അബുക്കന്റെ. അല്ല, അങ്ങനെ സത്യം പറയാം, അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലേ? ഷാജി ചേട്ടാ, ഇവിടെ എങ്ങനെ ചേട്ടാ ഇതിനിടയ്ക്ക് അഭിനയിക്കുകയോ ചെയ്തെന്ന് കേട്ടല്ലോ. ഒരു വേഷം ചെയ്തു. എന്തായിരുന്നു ആ ത്യാഗം ചെയ്യാനുണ്ടായ കാര്യം? എന്താ അത്? കഥയാണ്. ചേട്ടന്റെ പടങ്ങള് ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. ഇത് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ മാഷിനടുത്തും പറഞ്ഞത് ഭയങ്കര, ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ അറിയാലോ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞേ? മത്തായി ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായി ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, ധ്യാനായി പോയില്ലേ എന്ന്. എനിക്കിതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം എന്ന് പറഞ്ഞാല് അച്ഛൻ്റെത് ചെറുപ്പം മുതൽ നമ്മൾ കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം. ലുക്മാൻ സത്യത്തിൽ ആ ഒരു ഇടി കൊടുക്കാൻ തീരുമാനിച്ചത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നതല്ലായിരുന്നോ? പറഞ്ഞ സത്യം പറ. പിന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ സുഗതൻ അന്യന്റെ ഭാര്യയെ മോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. സുഗത ഇങ്ങ പറഞ്ഞേ. പുള്ളി പറഞ്ഞ മാതിരി ആദ്യം മാസ്റ്റർ പറഞ്ഞു കൊടുത്ത് ആദ്യം ടച്ച് ചെയ്തിരുന്നില്ല. റിഹേഴ്സൽ ചെയ്തപ്പോ ടേക്കിന്റെ അവസരത്തിൽ വന്നപ്പോ ഒന്ന് ടച്ച് ചെയ്തു കുറച്ച് ഫോഴ്സായി. പുള്ളി അത് പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പൊ 100 തവണ ചോദിച്ചാ അത്രേ ഉള്ളൂ. ശരിക്കും ഒറ്റ party baby patulengi podli on the floor baby hit it hard baby rock the party baby patulengi podli on the